അല്ല ജോസഫേട്ട് പറയാൻ എന്തായാലും കേൾക്കട്ടെ. എന്തായാലും നമ്മൾ ഇത്ര താമസിച്ചു, പരിപാടി തുടങ്ങാൻ എന്തായാലും താമസം വന്നു. അതൊന്നും വേണം. അതെ അതെ ചേട്ടാ, ചേച്ചി ചേട്ടാ, ഹലോ, 7:30 തുടങ്ങുമെന്നാണ് പറഞ്ഞത്. 7:30 തന്നെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അല്ല ഞാൻ പറയട്ടെ, ഞാന് രാവിലെ 6:45 വന്നതാ. അല്ല, വൈകിട്ട് 7 മണിക്കെന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോ വൈകിട്ടത്തെ പരിപാടി പറയരുത്, ആ ഇടപാട് എനിക്കില്ല. ജോസഫേട്ടാ, എന്തായാലും നമ്മൾ പരിപാടി ഇത്ര ആയില്ലേ, ഉടനെ അതല്ലെന്നേ പൈസ നമ്മുടെ പ്രോഗ്രാം അല്ലേ. ഒരു അല്ല 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 ചേച്ചി പറഞ്ഞ എല്ലാവരും കേട്ടോട്ടെ. ചേട്ടാ ഒച്ച വെക്കരുത് കേട്ടോ. ഒരു നാണക്കേട് എനിക്കില്ല. ചേട്ടച്ച് കുടിച്ചിട്ടാണോ വന്നേക്കുന്നത്? മതിയോ? ഇപ്പൊ കടുങ്കാപ്പി കുടിച്ചാ നാണക്കേട്. അച്ഛന്മാരെല്ലാം ഇവിടെ വന്നിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടെ വയറ്റിൽ കിടക്കണം. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയാം. ഒരു എത്ര മണിക്കൂർ ചോദിക്കട്ടെ എത്ര മണിക്കൂർ കൂടുമ്പോഴാണ് ഒരു ദിവസം? 24. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇത്ര സമയമായി ജോസഫേട്ടാ. നമുക്ക് എന്തായാലും കുറച്ച് ഇത്ര സമയമല്ലേ. ഏതായാലും നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പരിപാടി കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി. ഈ 24 മണിക്കൂറിനിടയ്ക്ക് ഒരു 7 ഉള്ളൂ. അതെ, ഒരു 7 ഉള്ളൂ. അതാ ഞാൻ 6:45 രാവിലെ വന്നെന്ന് പറഞ്ഞു. വൈകിട്ട് ഒരു 7 ഉണ്ട്, രാവിലെ ഒരു 7 ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ രാവിലെ വന്നതാ. ഇനി നമുക്ക് ഞങ്ങളുടെ സെന്റ് മേരീസ് വാർഡിൽ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ചെറുതായിട്ട് കുറച്ച് മിമിക്രി, കുറച്ച് പാട്ട്, ഒരു ഡാൻസ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു യാത്ര പോവുകയാണ്. ശരി, നമുക്കൊരു യാത്ര നമ്മൾ സെന്റ് മേരീസ് വാർഡുകാർ മാത്രമല്ല, ഇവിടെ കൂടി എല്ലാ ഓഡിയൻസും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ യാത്ര പോകാൻ. പക്ഷെ ആരും ബാഗും ഒന്നും എടുക്കൊന്നും വേണ്ട. നമുക്ക് എന്തുവാ പെട്ടെന്ന് പോയിട്ട് ഒരു നഗരം നടത്തുന്ന പോലെ പെട്ടെന്ന് കറങ്ങി അല്ലേ. നമ്മൾ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് കുമ്മണ്ണൂരിൽ തുടങ്ങാം. ഓക്കെ, കുമ്മണ്ണൂർ ജംഗ്ഷനിൽ തുടങ്ങിയേക്കാം. ആരാ കാണുന്നത്? നമ്മുടെ മുതുകാട്ടിലെ കുട്ടിയല്ലേ? അതെയോ? ആണല്ലോ. ആ കുട്ടികൾ വലുതായില്ലേ? ഇവിടെ അങ്ങനെ ഇരിക്കുന്നല്ലോ, ഒരു മാറ്റമില്ല. മിമിക്രി ഒക്കെ കാണിക്കുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. വിളിച്ചു നോക്കാം. കുട്ടിയുടെ ഇപ്പോഴും ആ ശരീരം അതുപോലെ നിൽക്കുന്നില്ല, ഒന്നും വളരുന്നില്ലേ? ഇതെന്താ ഇങ്ങനെ? കുറച്ച് ബൂസ്റ്റ് ഒക്കെ വേണ്ടിയിട്ടുണ്ടോ? ഞാൻ വിളിച്ചേ, ഞങ്ങളെ ടൂറ് പോവാ, നമ്മുടെ വാടിയിൽ നിന്ന് കൊണ്ടുപോകാൻ. മിമിക്രിയെ കാണിക്കുന്നു. കുറച്ച് മിമിക്രിയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുവാണ്. കാണിക്കുമോ? കാണിക്കും ആണോ? ശരിക്കും കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്നാ ശരി, ആദ്യമായിട്ട് നമ്മുടെ മസിൽമാൻ, ഏത് നമ്മുടെ പഴയ കാലത്തെ കുതിരയെ ഇങ്ങനെ തേച്ച് ജയൻ കാണിക്കോ? ഇപ്പൊ ജയനെ കാണിക്കും. നോക്കാതെ, കൊച്ചു കുട്ടിയാണ്, നമുക്ക് നോക്കാലോ. മാറി നിൽക്കണ കുഴപ്പമില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല. കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ പ്രിയപ്പെട്ട മംഗളാനമിലെ എല്ലാവർക്കും സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആശംസകൾ. അല്ല, ഇവരെ കൈ മോശം ശരിയല്ലേ? ആരെയും കൈ കൊണ്ടില്ല. അതുകൊണ്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ
ഈ കൊച്ചുകുട്ടിയുടെ മിമിക്രി വേണ്ട വേണ്ട കൊട്ടായ ഇനി ആ എന്നാ അങ്ങനെയാണ് ഞാൻ നല്ല ബാധന വേണ്ട മോൻ എടുക്കരുത് ശരിയാവില്ല ഞാൻ പറഞ്ഞു വെറുതെ ഈ അങ്ങനെയാണോ നമ്മളെ MS പറ്റുമോ ആ നോക്കാലോ MS കൂടുതലായിട്ട് എടുത്തിട്ട് ഇപ്പൊ നോക്കിക്കൊണ്ട് ഇവിടെ വൃത്തികളായിരുന്നു പറ്റിയേർത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും കേൾക്കുക അടിപൊളി അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ ഇതാണ് മിമിക്രി കണ്ടാ കൊച്ചുകുട്ടിയാണ് ഭയങ്കര കഴിവാ കാണുമല്ല അങ്ങനെ നോക്കി വിടാക്കാൻ പറ്റിയല്ലോ ഇനി അടുത്ത് നോക്കാനോ ഇനി ആരെ കാണിക്കും ഒരാളുടെ പറയാം ഇതാണെങ്കിലും പറ്റുമോ ആ നോക്കണം നോക്കാൻ പറ്റിയല്ലോ വലിയ പുള്ളിയാന്ന് പറഞ്ഞു വന്നേ നോക്കാലോ ഈ പൊന്നപ്പനല്ലേ തനി തങ്കമല്ലേ എടാ എഴുതോ എന്റെ സിനിമയിൽ എഴുതടാ എടാ എഴുതോ എന്റെ സിനിമയിൽ എഴുതടാ നീ എന്ന് കേട്ടിട്ടുണ്ടോ ആ അതിന്റെ ആളായി നിൽക്കുന്നത് പൊന്നപ്പൻ അല്ല തങ്കമല്ലേ തങ്കം അടിപൊളി വളരെ മനോഹരമായിട്ട് ആഹാ ഈ നാളെ കുട്ടി കഴിവില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും ഇത്രയും മതി ഞങ്ങൾക്ക് അത്ര പോകണ്ട ഓടുന്നു ഇതുവരെ പിടിച്ച് പുലിവാലായി പോയല്ലോ വേണ്ട വേണ്ടാണ് എന്നാലേ ഒരു കാര്യം ഞാൻ പറയാം വേറെ ഒന്നുമല്ല ഇവരാരും കേൾക്കണ്ട പേഴ്സണലായിട്ട് എന്നോട് വന്നാൽ പറഞ്ഞാൽ ആ നോക്കാലോ പറയാം പേഴ്സണലായിട്ട് എന്നോട് എന്നെ പോയി നിൽക്കുക പേഴ്സണലായിട്ട് പറയാം മോളെ നിനക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം ഈ ചായ ആക്കി വയ്ക്കുന്നത് നീ വരുന്നില്ലല്ലേ മേടലിപ്പിച്ചിൽ ഞങ്ങളൊരു മകളുമില്ല ഞങ്ങൾക്ക് ഞങ്ങളൊരു പെണ്ണുമില്ല വാടാ കാഞ്ഞിരപ്പള്ളി ചെറിയാച്ചന്റെ മക്കളുടെ എന്നോടൊപ്പോ നീ എന്നെ വിട്ടുപോയി അല്ലേ കാഞ്ഞിരപ്പള്ളി കുടുംബത്തിൽ ഒരു തന്നെയെങ്കിലും മേലൊരു മണ്ണ് വീഴാം നിന്റെ കഴുത്തിന്റെ മേൽ തലകാണില്ല കാഞ്ഞിരപ്പള്ളി ദേവിന്റെ ആളായി പറയുന്നത് മതി 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 എനിക്ക് ഇഷ്ടപ്പെട്ടു പൊന്നേ ഈ ഏരിയയിലും കണ്ടേ കയറി ഏത് പറഞ്ഞാൽ ചെയ്തോ ഒരു കാര്യം പെട്ടെന്ന് ഉമ്മറിനെ കണ്ടി പെട്ടെന്ന് പോകാൻ നോക്കി ഉമ്മർ പഴയ ഉമ്മർ പറ്റുമോ എടുത്താൽ പൊങ്ങി പൊക്കിയാൽ മതി അല്ലെങ്കിൽ വെറുതെ ചെല്ലേ പോയി നോക്ക് പെട്ടെന്നാണ് അവൾക്ക് സൊസൈറ്റി സ്ഥാനത്ത് അതിനുവേണ്ടി എന്ത് പണം ചിലവാക്കേണ്ടി വന്നാലും അയ്യെ സഹിച്ചു വിട്ട പേര് ഓർമ്മയിലിരിക്കട്ടെ മോളെ ശോഭി എന്നോട് ഞാൻ പലവട്ടം പറയുന്നു ഈ വൃത്തിക്ക് പോകരുത് ഇനി ആവർത്തിച്ചാൽ എല്ലട്ട് കൈ കിട്ടി നിൽക്കുമെന്ന് കരുത് ഓർമ്മയിലിരിക്കട്ടെ വളരെ നന്നായിട്ടുണ്ട് താങ്ക് യു പറയണോ വേണം വേണം പൊക്കോടുന്നു ഇങ്ങോട്ടാ പിന്നെ നാട്ടുകാരോട് തരുമ്പോൾ ഞാൻ തരും പൊക്കോ പൊക്കോ കൊച്ചുകുട്ടിയാണ് വിട്ട് പൊക്കോ അനാഥരായ 3 മക്കൾക്കും വാർദ്ധക്യത്തിൽ മക്കളില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന അനേകം മാതാപിതാക്കൾക്കും ദിവസവും 2 നേരം ബിരിയാണി വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം തന്നാൽ അവർക്ക് 3 നേരം ബിരിയാണി കഴിക്കാനുള്ള അവസരം നമുക്കുണ്ടാക്കി കൊടുക്കാം. അവർക്കുള്ള ധനസഹമാനത്തിന് വേണ്ടി അടുത്തതായി സംഘഗാനം ആലപിക്കുന്നതിനായി സെന്റ് മേരീസ് വാർഡ് ഗായക സംഘത്തെ വിളിക്കുന്നു.